ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2025 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 24 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എന്താണ്, 1/2 24 ഛേദമായ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 1/2 ഛേദം എന്ന് പറയുന്നത് ഏതാണ്? താഴെയുള്ള ആ 2 ഛേദം എന്ന് പറയുന്നത്. എന്താണ്? അംശമാണ് അല്ലേ. 1 അംശമാണ്, താഴെയുള്ള 2 എന്ന് പറയുന്നത് ഛേദമാണ്. അപ്പോൾ ആ 1/2 പിന്നെ ഈ 2 പകരം 24 വരുന്ന രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1/2 ഈക്വൽ ആയിരിക്കണം. ആ 2 എന്നുള്ളത് 24 മാറുമ്പോൾ ആ 1 എന്നുള്ളത് എത്ര ആയിട്ട് മാറും? 2 എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണോ 24 വരുന്നത് അതേ സംഖ്യ തന്നെ 1 കൊണ്ടും ഗുണിക്കുകയാണ് വേണ്ടത്. 2 എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 വരുന്നത്? 2 12 കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലേ. 24 2 കൊണ്ട് ഹരിച്ചു വയ്ക്കാലും മതി. 24 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 12. അതായത് 2 12 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്. അപ്പോൾ 1 നമുക്ക് 12 കൊണ്ട് തന്നെ ഗുണിക്കണം. 1 12 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 12 അല്ലേ. അപ്പോൾ 1/2 എന്നുള്ളതിൻ്റെ വേറൊരു രൂപമാണ് എന്ത്? 12/24. ഇപ്പോൾ ഛേദം 24 അല്ലേ. അപ്പോൾ ഛേദം 24 ആയിട്ടുള്ള രൂപം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതിയാൽ മതി? 12/24 അല്ലേ. 1/2 പകരം 12/24 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? തുല്യം തന്നെയാണ്. അതായത് ഛേദത്തിന് നമ്മൾ എത്ര കൊണ്ടാണോ ഗുണിച്ചത് അതേ സംഖ്യ കൊണ്ട് തന്നെ അംശത്തിനെയും ഗുണിക്കണം. ഛേദമായിട്ടുള്ള 2 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 24 കിട്ടി. അതേപോലെ തന്നെ അംശമായിട്ടുള്ള 1 12 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 12 എന്നും കിട്ടി. അങ്ങനെയാണ് നമുക്ക് 12/24 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ. 1/2 24 അംശമായ രൂപമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അംശം എന്ന് പറഞ്ഞാൽ എന്താണ്? മേലുള്ളത്. ആ 1 എന്നുള്ളത് 24 ആവണം. അപ്പോൾ 2 എന്നുള്ളത് എത്രയാവുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് 1 എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണോ 24 ആയത് അതേ സംഖ്യ കൊണ്ട് തന്നെ 2 ഗുണിക്കണം. 1 24 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ 24 ആയത്. 1 × 24 അല്ലേ 24. അപ്പോൾ അവിടെ 24 എന്ന് എഴുതുമ്പോൾ താഴെയുള്ള 2 നമ്മൾ എന്ത് ചെയ്യണം? 24 കൊണ്ട് തന്നെ ഗുണിക്കണം. 2 24 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 2 24 എത്രയാണ്? 48 ആണ് അല്ലേ. അപ്പോൾ 2 സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതണം? 48 എന്ന് എഴുതണം. അപ്പോൾ അംശം 24 ആകുമ്പോൾ ഛേദം എത്രയായി മാറിയിട്ടുണ്ട്? 48 ആയില്ലേ. അപ്പോൾ 1/2 എന്നുള്ളതിന് തുല്യമാണ് എന്ത്? 24/48. അംശം 24 ആയ രൂപം എഴുതാൻ പറഞ്ഞാൽ 24/48 എന്നാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1/3 24 ഛേദമായ രൂപം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 1/3 ഛേദം എന്ന് പറഞ്ഞത് താഴെയുള്ളത്. അപ്പോൾ ആ 3 എന്നുള്ളതിന് പകരം 24 എന്നായാൽ 1 എത്രയായി മാറും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 3 എന്നുള്ളതിനെ 24 ആക്കണമെങ്കിൽ 3 എത്ര കൊണ്ട് ഗുണിക്കണം നോക്കുക. 3 എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 24 3 കൊണ്ട് ഹരിച്ചു നോക്കുക. രണ്ടായാലും നമുക്ക് ഒരേ ആൻസർ തന്നെ കിട്ടുക. അപ്പോൾ 24 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുന്നത്? എത്രയാണ്? 8 എന്ന് കിട്ടും അല്ലേ. 24 3 കൊണ്ട് ഹരിക്കുമ്പോൾ 8 എന്ന് കിട്ടും. അതായത് 8 × 3 അല്ലേ 24 എന്ന് പറയുന്നത്. അപ്പോൾ 3 8 കൊണ്ടാണ് ഗുണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മേലുള്ള അംശത്തിന് 1 എന്തുകൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് തന്നെ ഗുണിക്കണം. 1 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 8 എന്നും കിട്ടൂലേ. അതായത് 1/3 24 ഛേദമായ രൂപം എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആൻസർ കിട്ടുക? 8/24 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത് നോക്കൂ. 1/3 24 അംശമായ രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അംശം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലുള്ളത്. അതായത് 1 സ്ഥാനത്ത് 24 ആകുമ്പോൾ 3 സ്ഥാനത്ത് എന്ത് വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, 1 എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്? 1 × 24 ആണ് 24 അല്ലേ. അപ്പോൾ 1 24 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് തന്നെ താഴെയുള്ള 3 നമ്മൾ എന്ത് ചെയ്യണം? 24 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 3 24 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 3 × 24 എന്ന് പറഞ്ഞാൽ 72 അല്ലേ. അപ്പോൾ പിന്നെ എന്താണ്? 1/3 എന്നുള്ളതിന് പകരം അംശം 24 വരുന്ന രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്? 24/72 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1/4 100 അംശമായ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അംശം എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? അംശമാണോ ഛേദമാണോ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കണം. അംശം എന്ന് പറഞ്ഞത് മുകളിലുള്ളതാണ്, ഛേദം എന്ന് പറഞ്ഞത് താഴെയുള്ളത്. അതായത് 1/4 അംശം എന്ന് പറഞ്ഞത് 1 ഛേദോ 4 ആണ്. അപ്പോൾ ഇതിൽ 1 എന്നുള്ളതിന് പകരമാണ് 100 ആവേണ്ടത്. അങ്ങനെയാണെങ്കിൽ 4 എന്നുള്ളത് എത്രയാവുന്നതാണ് നമ്മൾ അറിയേണ്ടത്. 1 എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 കിട്ടുന്നത്? 1 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 എന്ന് കിട്ടുന്നത്. അപ്പം 4നെയും എന്തുകൊണ്ട് ചെയ്യണം? 100 കൊണ്ട് തന്നെ ഗുണിക്കണം. 4 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 400 എന്നും കിട്ടും. അപ്പോൾ 1/4 അംശം 100 ആയ രൂപം എന്ന് പറഞ്ഞത് 100/400 എന്നാണ് അല്ലേ. അതായത് 1/4 എന്നുള്ളതിൻ്റെ വേറൊരു രൂപമാണ് 100/400. ഈ 100/400 ഏറ്റവും ചെറിയ രൂപമാണ് എന്ത്? 1/4 എന്ന് പറയുന്നത്.
ഈ പേജിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1/4 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം നോക്കൂ. 1/4 എന്നുള്ളതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അംശത്തിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണോ അതേ സംഖ്യ കൊണ്ട് തന്നെ ഛേദത്തിനെയും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രൂപം കിട്ടും. അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് 3 മതി. അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ നോക്കൂ, 1 നമുക്ക് ആദ്യം 2 കൊണ്ട് ഗുണിച്ച് എഴുതാം. 1 × 2 2 അപ്പോൾ അംശം 2 എന്ന് കിട്ടി. അപ്പോൾ താഴെയുള്ള 4 ഛേദമായിട്ടുള്ള 4ന് 2 കൊണ്ട് ഗുണിക്കുക. 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 എന്നും കിട്ടും. അപ്പോൾ താഴെ 8 എന്നും എഴുതാം. അതായത് 1/4 എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ 2/8 എന്ന് എഴുതാം. ഇനി അംശമായിട്ടുള്ള 1നെ നമ്മൾ 3 കൊണ്ടാണ് ഗുണിക്കണമെന്ന് നോക്കുക. 1നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 എന്ന് കിട്ടില്ല. അപ്പോൾ അംശമായിട്ട് 3 എന്ന് എഴുതാം. അപ്പോൾ താഴെയുള്ള ഛേദത്തിന് 4നെ 3 കൊണ്ട് തന്നെ ഗുണിക്കുക. അപ്പോൾ 4നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 12 എന്നും കിട്ടൂലേ. അപ്പോൾ 1/4 എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്തും കൂടെ എഴുതാം, 3/12 എന്നും എഴുതാൻ പറ്റും. ഇനി ഒരെണ്ണം കൂടെ വേണം അല്ലേ. 3 വ്യത്യസ്ത രൂപങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കൂ, അംശമായിട്ടുള്ള 1നെ 4 കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പോൾ 1 എന്നുള്ളതിന് പകരം 4 എന്ന് എഴുതാം. അപ്പോൾ താഴെയുള്ള ഛേദമായിട്ടുള്ള 4ന് 4 കൊണ്ട് ഗുണിക്കുക. 4 × 4 16 അല്ലേ. അപ്പോൾ 1/4 എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്തും കൂടെ എഴുതാം, 4/16 എന്ന് എഴുതാം. 1/4 എന്ന് പറഞ്ഞാലും 2/8 എന്ന് പറഞ്ഞാലും 3/12 എന്ന് പറഞ്ഞാലും 4/16 എന്നൊക്കെ പറഞ്ഞാലൊക്കെ എന്തുതന്നെയാണ്, തുല്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 1/4ൻ്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എഴുതാം, 2/8, 3/12, 4/16. ഇനി ഇങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം കേട്ടോ. നമ്മളോട് 3 എഴുതാൻ പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഈ 3 എഴുതാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ്, 25ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.